ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെച്ചാൽ ഓണത്തിൻ്റെ തലേ ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ തിണ്ണയിൽ ഒരു അത്തപ്പൂക്കളിടും. അത് ഞാനും കണ്ണനും കൂടിയാണ് ചെയ്യുന്നത്. അകത്ത് വലുതായിട്ട് ഇടുന്നുണ്ട്, അത് അമ്മയും ചിഞ്ചാൻ്റെയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ തിണ്ണയിൽ ഞങ്ങളുടെ രീതിക്ക് ഞങ്ങളിടുന്നു, അകത്ത് വലിയത് ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സർക്കിൾ എങ്ങനെയൊക്കെയോ വരച്ചിട്ടുണ്ട്. സർക്കിൾ നമ്മൾ വരച്ചിട്ട് കിട്ടിയില്ല. അപ്പം കണ്ണൻ്റെ ഐഡിയ വെച്ചിട്ട് ഞങ്ങൾ എടുത്താണ്. ഞാൻ കുറേ പൂവ് ഇങ്ങനെ അടുക്കി വെച്ച് അവരുടെ കൂടെ ചുറ്റിയിട്ട് ഇനിയിപ്പോൾ ഷേപ്പാക്കി വരച്ചതാണ്. അപ്പം ഇത് ഭയങ്കര പണിയാണ്. അപ്പം ഈ ഒരു സംഭവം ഇപ്പം നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ തുടങ്ങും അല്ലേ? എല്ലാം ഓർഡർ എടുത്ത് വെച്ചോ. സ്കെയിൽ എടുക്കണോ? നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നല്ല കഷ്ടപ്പാടാണ് അല്ലേ? ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ അത് വരച്ചത്. നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. അത് നമുക്ക് ഈ ഒരു ജോയിൻറ്റിൽ നിന്ന് ആ ഒരു ജോയിൻറ്റിലോട്ട് അറ്റാച്ച് ചെയ്യാം. കറക്റ്റ് തന്നെയാണ് വരക്കുന്നത്. കറക്റ്റ് ആകണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ പോവല്ലേ? ഇതിനകത്ത് വരച്ചത് തെറ്റിപ്പോയി. അത് വരച്ചത് മൊത്തം പോയായിരുന്നു. സൂപ്പറാക്കണം അല്ലേ? മാറ്റും തന്നെ എടുത്തോ. എന്നിട്ട് ഞെട്ടണ്ട, ഞങ്ങൾ സർക്കിൾ വരച്ച് കുളമാക്കിയതാണ് അല്ലേ? സർക്കിൾ വരച്ച് ഞങ്ങൾ കുളമാക്കി. അതിൻ്റെയാണ് കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ജോയിൻ്റിൽ നിന്ന് ഈ ഒരു ജോയിൻറ്റിലേക്ക് എടുക്കണം. വരച്ച ചെറിയൊരു തെറ്റുണ്ട്. അല്ല തെറ്റ് ഇവിടം വരെ ഏകദേശം മതി. ഇവിടം വരെ എങ്കിലും എടുക്കാം. എന്നിട്ട് ഇതേപോലെ അപ്പുറത്തെ സൈഡിലും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ചെറിയൊരു വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല, നമ്മളല്ലേ ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ പതി തെളിയുന്നില്ലല്ലോ. നമുക്ക് തെളിയിക്കാം. നമുക്ക് ലൈൻ വരച്ച് സെറ്റാക്കാം. തീർക്കല്ലേ? ആത്തും വരയ്ക്കേണ്ടതാണ്, നമ്മൾ തീർക്കാൻ പാടില്ല. സർക്കിൾ വരച്ച് തന്നെ ഒരു ഇതായി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഇതും കൂടെ വരയ്ക്കണം. വരയ്ക്കാം. ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഒരു സ്ക്വയർ ഡാർക്ക് ആവാൻ വേണ്ടി ഒന്നും കൂടി വരക്കുന്നയാ? അല്ല, നമുക്കിവിടെ സൈഡിൽ ഇപ്പോൾ സൈഡിൽ വരക്കുന്നയാ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് അവിടെ വരക്കുന്നതാണ്. ഇവിടെ 3D അല്ല, സിമ്പിളായിട്ടാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. അകത്ത് പിന്നെ കുറച്ച് ഹെവി അല്ലേ? അത്രയ്ക്കല്ല, അതേപോലത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. പിന്നെ ആ ഒരു വട്ടം ഉണ്ടല്ലോ ദൈവമേ, വട്ടം കൊണ്ട് പ്രാന്ത് പിടിക്കുന്നു ഫീസല്ലേ? ചെറുതായിട്ടൊരു എന്താ പറയുണ്ടോ ഇവിടെ അതല്ലേ ഈ ലൈൻ പ്രശ്നമില്ല. ഇവിടെയാണ് ഇത് നമുക്ക് സെറ്റാക്കാം. കൂടുമ്പം ഇവിടുത്തെ പൂ നമ്മൾ തന്നെയാണ് ഇടുന്നത്. അകത്ത് അവർക്ക് കുറേ ഉണ്ടല്ലോ ഇടാൻ.
അപ്പൊ നമുക്ക് നമ്മളെ സ്കെയിലിട്ടത് ഭയങ്കര സ്കെയില് വരച്ചു പോയി. എന്നുവെച്ചാൽ ഇത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പണിയാണ്. സ്കെയില് നൈസല്ലേ അല്ലേ? നമ്മള് ശരിക്കും നമ്മൾ അമ്മമാരിടുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലെങ്കിലും നമ്മൾ തന്നെ ചെയ്ത് നോക്കുക അല്ലേ? യെസ്. ഇവിടെ ചെറുതായിട്ടൊന്ന് മായ്ക്കാനുണ്ടല്ലോ. നമുക്ക് കൂടുമ്പോഴായാലും സെറ്റാക്കാം. ഇനി ഒരു കിടുക്കാച്ചി ടാസ്ക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ ഓവല് മാറിപ്പോയി, സർക്കിൾ വരച്ച് തെറ്റിപ്പോയി എന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ലല്ലോ. സ്ക്വയർ വെച്ച് നോക്കുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഇവിടെ വന്ന് നിൽക്കുക അല്ല, അവിടെ വന്നാലും മതി. എന്നിട്ട് അവിടെ നിന്ന് സ്ക്വയർ വരച്ചാൽ മതി. വെച്ച് നമ്മളൊരു സംഭവം ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് വരയിടണം. നമ്മൾ അളവെടുത്ത് വരക്കുന്നതല്ലേ. ആ വരയിലോട്ടൊന്നും അല്ല കേട്ടോ പോയത്, ചെറുതായിട്ട് വര തെറ്റിയോന്നിട്ട്. അയ്യോ, ഇവിടെ ചെറുതായിട്ടൊരു ഇത് പറ്റിപ്പോയി. ഇത് ഇവിടെ ഇങ്ങനെ ആയിപ്പോയല്ലോ. നമുക്ക് ഇവിടെ മാറ്റി മുമ്പേ വരച്ച് തുടങ്ങാം. ഇതല്ലോ നമുക്ക് മായ്ക്കാം. കൂടിപ്പോയാ നമുക്ക് നോക്കാം. അല്ല നമുക്ക് മായ്ക്കാമല്ലോ. മായ്ക്കാനൊന്നും പ്രശ്നമില്ല, പക്ഷേ ചെറിയ ടഫുള്ള പണിയാണിത്. നമ്മളെ ടഫാണല്ലോ അതൊക്കെ. ഇതുവരെയായിട്ടൊരു കുഞ്ഞു കുട്ടികളെ നമ്മളൊക്കെ കുഞ്ഞു കുട്ടികളല്ലേ, കുഞ്ഞു കുട്ടികളെടുക്കാത്ത ടൈപ്പ്. നമ്മൾ കുറച്ച് ടഫാണ്, കുറച്ച് ഇതാണ് ഒരു പാഴമിട്ടൊരു പണിയാണ്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് കൃത്യ അളവിൽ വരയ്ക്കാം. ഇവിടുന്ന് ഇവിടെ വെച്ച് നോക്കിയാ ഇവിടെ മുതൽ ഇവിടം വരെ. ഇത് നീളം കൂടി പോയി. നോക്കാം നമ്മുടെ സ്കെയിലിൻ്റെ അളവ്. ഇതില്ലേ, സ്കെയിലിൻ്റെ നീളം കൂടുതലായതുകൊണ്ട് നമുക്ക് വരയ്ക്കുമ്പം ചെറിയൊരു ഇതുണ്ടാവും. ഇത് കണ്ട ഇവിടെ ഇങ്ങനെ ഇപ്പോൾ വരയ്ക്കുമ്പോൾ കണ്ട ഇത് ഒരു മറ്റേ സൂപ്പർമാനിൻ്റെ ചിഹ്നമില്ലേ, അതേ കൂട്ടുപോലെയാവും. എന്നാലും നമുക്ക് വരയ്ക്കാം. പോവില്ലേ? പോവും. കണ്ട ഇവിടെ ഇത്ര വ്യത്യാസം. ഇവിടെ നോക്ക്, കുഴപ്പമില്ല, നമ്മൾ ചെറുതല്ലേ. അതൊരു മോഡലാ. ഇവിടെ കുറച്ച് ഇവിടെ കൂടുതൽ ആണ്. എന്തെങ്കിലും ചിന്തിക്കാനും പോകുന്നുണ്ട്. കുഴപ്പമില്ല, ഐസ്ക്രീം പോലെയുണ്ട്. നമുക്ക് ഇനി 3D പരിപാടികളുണ്ട്. സത്യം. ഇതാ ഇതേപോലെ വരക്കണം. ഈ സ്ക്വയർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി അല്ലേ, അതത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ല. ഇനി ഡബിൾ കൊടുക്കണം. നൈസാ. ഇനി അധികം പണിയില്ല. അതന്നെ. ഇനി നടുക്കൊരു റൗണ്ട് വെച്ചാൽ മതി. ആദ്യം നമുക്കൊരു ബിഗ് റൗണ്ട് വെച്ചിട്ട് പിന്നെ മീഡിയം റൗണ്ട്, പിന്നെ എത്ര റൗണ്ട് ഉണ്ട്? 3 റൗണ്ട്സ് ഉണ്ട്. ഇവിടെ സർക്കിള് ഭയങ്കര പണിയാ. സർക്കിൾ നമ്മൾ വിചാരിച്ചില്ല, ഞങ്ങൾ വിചാരിച്ച സർക്കിളായിരിക്കും. അതന്നെ ഏറ്റവും സിമ്പിള് സർക്കിളായിരിക്കുന്ന നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മൾ വരക്കാൻ പെട്ട പാട് അല്ലേ നമുക്ക്. ഇനി കണ്ണൻ കുറച്ച് കലാപരിപാടികൾ ചെയ്യാൻ പോണം. കണ്ണനാണ് കുറച്ച് അടുപ്പിച്ച് വെച്ചോ. ഇവിടെ ഓക്കെ. നമ്മളിവിടെയാണ്. ഇനി ഇവിടെ നിന്ന് ചോദിച്ചു ചെയ്തോ. കുറച്ചിങ്ങോട്ടേക്ക് എടുപ്പിച്ചോ. കുറച്ചോ.
ഓക്കെ എവിടെ ഓക്കെ അവിടെ വന്നു. ഫോണിൽ കാണുമ്പോൾ അത്ര ഇതില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇവിടെ സർക്കിൾ വേണ്ടല്ലോ, വേറെ എന്തെങ്കിലും വെച്ചാലോ? സർക്കിൾ ഓൾറെഡി പുറത്തില്ലേ? സർക്കിൾ എന്നാ മതി അല്ലേ? അതല്ലേ ഇതിനകത്ത് നല്ലത്. പുറത്തും സർക്കിൾ, ഏറ്റവും ഉള്ളിലും സർക്കിൾ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. വേറെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റോപ്പ്.